ഷാബാസിന് ആരാവാനായിരുന്നു ആഗ്രഹം? ഓന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം, അതായത് പൈലറ്റ് ആവണം എന്നാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഉമ്മാനോട് ഇങ്ങനെ നിരന്തരം പറയാം. മാമന്മാരെ വിളിച്ച് പറഞ്ഞു. മാമന്മാർ പറഞ്ഞെന്തോ പിന്നെ അതൊന്നും ഇനി പ്രശ്നമാക്കണം. അവർ തമ്മിൽ തന്നെ ഞാനില്ലെങ്കിൽ ഒരു ഉമ്മയും ആ 3 പേരും വളരെ പിന്നെ ഇപ്പോൾ ചെറിയ ആളുള്ളത് കൊണ്ട് ഒന്നും കൂടി അവൻ്റെ അടുത്തും കാഞ്ഞ് കളിപ്പിക്കലും അതൊക്കെ കാണുന്ന നേരം നമ്മൾ എപ്പോഴും ആ മനസ്സിലേക്ക് ഇങ്ങനെ കയറി നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസം തോറും നമ്മുടെ മനസ്സിങ്ങനെ മരിച്ചു പോകും. ഈ വിഷയത്തിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഭാഗത്തുനിന്നോ നമുക്ക് അവനൊരു പറ്റിയൊരു മോശമായിട്ട് അഭിപ്രായം കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ കുറച്ചും കൂടി അവനെ സ്നേഹിച്ചില്ലല്ലോ, കുറച്ചും കൂടി ഒരു എന്ത് ചെയ്ത് എനിക്ക് ഒന്നുകൂടി ലാളിക്കായിരുന്നു എന്നുള്ളൊരു ഇത് ഇപ്പം എനിക്കൊരു കുറ്റബോധം പോലെ തോന്നുന്നുണ്ട്. ഇതിലൊരു സംഭവിച്ചാൽ ഉപ്പ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഏതായാലും അസ്സലാമു അലൈക്കും. റാത്തല്ലേ? ചോദ്യത്തിന് അർത്ഥമില്ലാന്ന് എനിക്കറിയാം, എന്നാലും റാത്തല്ലേ? ഓക്കെ. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷഹബാസിൻ്റെ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം അവൻ്റെതാണെന്ന് പറഞ്ഞ് നിന്ന റൂമിൻ്റെ മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ അരുതാതൊക്കെ സംഭവിച്ചു, ആരും വിധിയാന്ന് കേട്ടിട്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ഇതിൽ നമ്മളായിട്ട് വീഡിയോക്ക് താഴെ അല്ലെങ്കിൽ ന്യൂസ് കവർ ചെയ്ത് എല്ലാവരും വീഡിയോക്ക് താഴെ വന്ന സംഗതി മക്കളെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം എന്നുള്ളത്. പക്ഷേ അത് ഇവിടെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം വെച്ചാൽ ഷഹബാസ് ആരായിരുന്നു എന്നുള്ളത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അല്ലേ? അത്രയും നല്ലൊരു കുട്ടി നാട്ടിൽ ഉണ്ടായിക്കോണമെന്നുണ്ടാവില്ല. അത്രയും നല്ലൊരു കുട്ടിയായിരുന്നു, നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള കുട്ടിയായിരുന്നു. എന്താണ് ഉപ്പാക്ക് ഇനി ഇങ്ങനെ ഈ ഒരു ഉള്ള മക്കളോട് അല്ലെങ്കിൽ മക്കളൊപ്പന്മാരോട് ഉപ്പാക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും മെയിനായിട്ട് എന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മാൻ്റെ കണ്ണിന്നൊരു കണ്ണുനീര് പൊടിയാൻ പാടില്ല. അവൻ്റെ ഉമ്മ എന്താണോ പറയുന്നത് അതനുസരിക്കുക. അവൻ എല്ലാ കുട്ടികളോടും അതാ പറഞ്ഞത്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കണ്ണുനീര് വരുന്നത് തീരെ ഇഷ്ടമല്ല, ഉമ്മാക്ക് ടെൻഷനാകുന്ന വിഷമാകുന്ന ഒരു കാര്യം ഞാൻ ചെയ്യൂല എന്നുള്ള പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉമ്മ എൻ്റെ മൈൻഡിലുണ്ട്. അതായത് മറ്റുള്ള കുട്ടികളുടെ കൂടെ പോവുകയാണെങ്കിൽ ഒരു പരിധിയുണ്ട്. ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുക, ഉമ്മ അങ്ങനെ വിളിക്കും എവിടെ ഉള്ളത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ വലിയ കുട്ടിയായിട്ടുണ്ട്, എന്നാലും എന്താ പറയുക സമയമാകുമ്പോൾ കറക്റ്റ് വീട്ടിൽ വരികയും മറ്റുള്ള കുട്ടികളുടെ കൂടെ പോകുന്നുണ്ടെന്ന് വെച്ചാൽ അവൻ പറയും ഇങ്ങനെ പോയിട്ടുണ്ട്, ഉമ്മ എല്ലാ കാര്യവും ഷെയർ ചെയ്യലും ഉമ്മയായിട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിതാവിനും താങ്ങാൻ പറ്റാത്ത വേദനയാണ്. നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ചില പറയുന്നില്ല, അനുഭവിച്ചാലേ അറിയാമെന്ന്. തീർച്ചയായിട്ടും അത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ആ അന്നത്തെ സമയം ഒന്നും പറഞ്ഞില്ല. അതായത് നമ്മളെ സിറ്റുവേഷൻ ആ രീതിയിലായിരുന്നു. പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ആയി കഴിഞ്ഞ് വണ്ടി വിളിച്ച് കാര്യങ്ങൾ വണ്ടി സൗകര്യം നമുക്കില്ല. അപ്പോൾ ഇവന് വന്ന് കിടന്ന സമയത്ത് അവൻ്റെ ഉമ്മാൻ്റെ അലറൽ അതിലൊക്കെ നമ്മൾ തകരുക ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ അങ്ങനെ വെള്ളത്തപ്പാടിൽ കൊണ്ടുപോയി സമയം വൈകി എന്ന് പറയുന്നത് എന്തായി കഴിഞ്ഞാലും അള്ളാഹ് വിധിച്ച ഒരു സമയമാകുമ്പോൾ ആരും എല്ലാവർക്കും പോകേണ്ടതാണ്. തീർച്ചയായിട്ടും. എന്നാലും ഇനി ആർക്കും ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ഇവനാലൊരു മാറ്റം സമൂഹത്തിന് വരികയാണെങ്കിൽ അവനൊരു നന്മ കിട്ടട്ടെ. എല്ലാവരും ഇപ്പോൾ ഒരു എതിർത്തൊരു വാക്ക് ഇതുവരെ ഞാൻ കേട്ടു. ഞാനിപ്പോൾ ആ മോൻ്റെ ആ ചിരിച്ച മുഖം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മൾ തന്നെ പല മേഖലകളിലെ ആളുകളും വന്നിങ്ങാഞ്ഞ് കരഞ്ഞിട്ടാണ് പോണത്. അത് മാത്രമല്ല, ഇന്നലെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഷഹബാസിൻ്റെ 3-4 കൂട്ടുകാരന്മാരെ ഞാൻ കണ്ടു. ഇവരോടൊക്കെ അവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് എൻ്റെ മുഖത്ത് നോക്കി പോലും സംസാരം പൊങ്ങുന്നില്ല. അപ്പോൾ എത്രത്തോളം ആ കുട്ടി അവരൊക്കെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കി. ഇന്നലെ ഞാൻ അൻസഫിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഇപ്പം കാണിച്ചു തന്നു, പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആ ഒരു രീതിയിൽ? അതായത് ഞാൻ അവരിവിടെ വന്ന സമയത്ത് ഒരു പ്രകോപനപരമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ നേരിടുക എന്നുള്ള ഒരു കണ്ടീഷൻ വരെ ഇവർ 10-35 പേര് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളെ വിഷയങ്ങളാണ്. അതായത് എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, തിരിച്ചെന്തായാലും കിട്ടൂല. അതുകൊണ്ട് നിങ്ങളെ ഭാവിയും കൂടി നഷ്ടപ്പെടുത്തിയിട്ട് എന്താ കിട്ടാനുള്ളത്? അതുപോലെ എല്ലാവരോടും പറഞ്ഞു നിങ്ങളൊരു വികാരം കൊള്ളണ്ട, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യ്, ഒക്കെ പഠിച്ചവനാണല്ലോ, അത് പഠിച്ചവൻ കൊടുത്തോളും. ആ രീതി പറഞ്ഞിട്ട് നമ്മൾ നിയമത്തിൻ്റെ വഴിയുണ്ട്, നിയമത്തിന് പോകാം. അത് കഴിഞ്ഞതിന് ശേഷം അവരോടാണ് നിങ്ങൾ പഠിക്കണം. എൻ്റെ പെണ്ണ് പ്രത്യേകിച്ച് കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞ് വിളിച്ചിരുത്തി ഞങ്ങൾ അതായത് നിങ്ങൾ എൻ്റെ മകൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വരണം, ഞങ്ങളെ കാണണം. അനിയന്മാർ ബാക്കിയുള്ളവർ അവർക്കൊക്കെ വെച്ചാൽ അത്ര ഇഷ്ടമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതാ നിങ്ങളെ ഉമ്മക്കും ഉപ്പക്കും നിങ്ങളിലൊരു പ്രതീക്ഷയുണ്ട്.
അത് കൈവിടരുത്. നിങ്ങൾ പഠിക്കണം, എക്സാം എഴുതണം, എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം മാർക്ക് വാങ്ങിയിട്ട് ഓനാടെ കിടന്ന് അവൻ സന്തോഷിക്കണം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഓനോ ചോദ്യം ചെയ്യാൻ മറ്റുള്ള അക്രമാസക്തമായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒന്നും കൂടി വിഷമാകുക ചെയ്യാം. അതായത് അവൻ പോയിട്ട് അവൻ്റെ ഇത് നിങ്ങളോട് ഞങ്ങൾ കാണണം പറഞ്ഞതാണ്. അതായത് ആ കുട്ടി പോയതിൽ വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ സങ്കടം ഞങ്ങൾക്കാണ് അവർ പറയുന്നത്. കാരണം വെച്ചാൽ അവൻ്റെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. അതുപോലെ തന്നെ മറ്റാർക്കും അറിയാത്ത സംഗതിയാണ്, ഷഹബാസ് ശരിക്കും 2-3 വയസ്സ് വരെ പുറത്തായിരുന്നില്ലേ പഠിച്ചിരുന്നൊക്കെ. അപ്പം എങ്ങനെയായിരുന്നു ഷഹബാസ് ഇങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു എൻ്റെ ഉപ്പ പഠിപ്പിച്ചു കൊടുത്ത സംഗതിയാണോ അതോ അവൻ ജീവിതത്തിൽ? അല്ല, അവൻ സ്വയം തന്നെ അവൻ തിരഞ്ഞെടുത്ത. ഞാൻ എൻ്റെ മാതൃക തന്നെ. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും കാലം ഇവിടെ വന്നിട്ട് മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടായ കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പോവുക, അല്ലെങ്കിൽ സ്റ്റേഷനിൽ വഴി ഒരു വെറ്റി കേസ് ഉണ്ടാവുക, ഇതൊന്നും ഇല്ലാതെ നമ്മളാൽ തന്നെ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളാണ്. അത് കണ്ടിട്ടാണ് എൻ്റെ മകനും പഠിച്ചത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും അവൻ എണീറ്റ് പോയിട്ട് എന്താണ് എന്ന് ചോദിച്ചിട്ട് അതിന് ഒന്ന് കടയിൽ പോയിട്ട് വാ, അല്ലെങ്കിൽ എൻ്റെ ഫോണ്. അത് ഇംഗ്ലീഷിന് വളരെയേറെ അവൻ ഇഷ്ടമുള്ളൊരു, ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരുന്നു അല്ലേ? ഇംഗ്ലീഷിലാണ് അവൻ ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ ഫോണ് സംബന്ധമായിട്ട് എന്തൊരു വിഷയം ആര് വിളിച്ചു കഴിഞ്ഞാലും മോനെ ഇങ്ങനെ അതൊന്ന് റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ. അതുപോലെ വീട്ടിൽ പോയിട്ട് അവർ ചേച്ചി ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടല്ലോ. തീർച്ചയായിട്ടും ഏത് സമയത്ത് മോനെ ഉറങ്ങുകയാണെങ്കിലും പോലും മോനെ ഇങ്ങനെ ഒന്ന് ചെല്ലും, ചേച്ചിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഫോണായിട്ട് വാട്സപ്പ് അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ പൈസ അയക്കാനുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ വേഗം പോയിട്ട് അത് ചെയ്തു കൊടുക്കുകയും അപ്പോൾ അടുത്തുള്ള ഞങ്ങൾ നാട് താമസിക്കാൻ ഇവിടെ വന്ന സമയത്താണെങ്കിൽ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ അവനോട് എന്തോ ഒരു കൂടുതൽ ഇഷ്ടം. മറുത്തൊന്നും പറയുന്നില്ല. അതായത് മോനെ ഇങ്ങനെ ആരാണ് അല്ലെ എവിടാണ്, ആ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുക്കുക. ആള് പൊതുവെ സൈലന്റ് ആളായിരുന്നു. ഇവിടെയൊക്കെ വരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മോനാണ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ കറക്റ്റ് ഉത്തരം കൊടുക്കുക. പിന്നീട് വീണ്ടും പിന്നെ ആ ചോദിക്കുന്നത് ആരുടെ ആ വീട്ടിൽ വന്ന ആളുകളോട് ചോദിക്കും, അവന് ആ മകനെ ഏതാണ്, അവൻ്റെ ശരീരം, അതായത് ആ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നില്ല, എല്ലാം വൃത്തിയായിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോണേ. അതുപോലെ ഇപ്പം ഗൾഫിൽ, അത് നമ്മൾ ന്യൂസിലൊക്കെ കേട്ട ഗൾഫ് പ്രവാസിയാണെന്നുള്ളത് ശരിക്കും ഇപ്പോൾ ഒരു എക്സ് പ്രവാസി ആണില്ല. ഇവിടെ നാട്ടിൽ എന്താ ജോലി? ഇപ്പോൾ ഞാൻ എക്സ് ആയിട്ടല്ല, ഞാൻ പോകണമെന്ന് വിചാരിച്ച് വന്ന ആളാ. അപ്പം പല ആളുകളും പറഞ്ഞു എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ്, അന്ന് 3 ആളുള്ളത്, 3 ആൺകുട്ടികളാണ്, ഉമ്മനെ മാത്രം ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ കൈവിട്ടു പോകും മക്കള്. ഇവനേശം ഒരു 10 വയസ്സ് പക്വതായി വന്നിട്ടുണ്ട്, അപ്പോൾ കൈവിട്ട് പോകും. അതൊക്കെ കേട്ടാൽ ഞാൻ വിചാരിച്ചു സമ്പത്ത് എന്തിന്, മക്കളാണല്ലോ സമ്പത്ത്. അതുകൊണ്ട് ഞാൻ അവനെ പിൻപറ്റി അവനോട് ചേർന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ പരസ്പരം സ്കൂളിൽ തന്നെ അവന് ട്യൂഷന് പോലുണ്ട്. രാത്രി ഞാൻ കൊണ്ടുപോയി വിടാനും ഞാൻ ചോദിക്കും, ഉപ്പ ഞങ്ങൾ പകൽ പണിയൊക്കെ എടുത്ത് ക്ഷീണം പഠിച്ചാലേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് പോന്നോളൂ, ടൈം ആകുമ്പോൾ കറക്റ്റ് വരുന്നതുവാ. അത്രയൊക്കെ നമ്മളോട് ഇങ്ങോട്ട് സഹകരിക്കുകയും അങ്ങോട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓനോട് എന്ത് ചെയ്ത് വല്ലാതെ ഒരു കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാം, ബാപ്പന്മാരാണല്ലോ, ലാളിക്കാൻ നിൽക്കല്ല, ഉമ്മയായിട്ടാണ് എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ അവനോട് പറയേണ്ടതാ ഞാനുണ്ട് ഇവിടെ, എന്ത് കാര്യമുണ്ട് എന്നോട് ചോദിക്കണം. അപ്പോൾ അവർ ചെറിയൊരു പേടി അവനുണ്ട്, സമ്മതിക്കൂല എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. ഓന് ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ 30 രൂപ കൊടുക്കും, അതിൽ 1 രൂപ കൂടുതൽ കൊടുക്കല്ല. ഞാൻ പല ആളുകളും പൈസ കണ്ടമാനം കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ വഴി തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി. അപ്പം വെള്ളിയാഴ്ചൻ്റെ അന്ന് മാത്രം അവളെന്ത് ചെയ്യും, എല്ലാ കുട്ടികളും പുറത്ത് ഉച്ചയ്ക്ക് ചുമ്മാ കഴിഞ്ഞിട്ട് ഭക്ഷണം അതിനൊരു 50 രൂപ മാത്രം കൂട്ടി കൊടുക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവൻ തന്നെ പറയായിരുന്നു, ഉമ്മ എല്ലാവരും നല്ലോണം പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, 1-2 കാര്യങ്ങൾ അവന് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു SLC കഴിയട്ടെ, കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഫോണും വേണം, നല്ല ചെരുപ്പ്. ഇപ്പം ചെരുപ്പ് നമ്മൾ കഴിക്കാമല്ലോ 350 ചെരുപ്പ് അല്ലല്ലോ, 6000-7000 രൂപ. അതിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സാമ്പത്തിക എന്നാലും അവന് കിട്ടായില്ല. അവന്റെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇപ്പം കൈമാറിടലുണ്ടല്ലോ. അല്ല ഞാനിപ്പോ ബന്ധപ്പെട്ടിടത്തോളം അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഏറെക്കുറെ അവനെ പോലെ തന്നെയുള്ള ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ. പക്ഷെ ബാക്കിയുള്ള അവന്റെ MGL പഠിക്കുന്നതിലുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ. അത് മാത്രമല്ല ഇപ്പൊ സംഭവത്തിൽ പിന്നീട് നമ്മൾ അറിയുന്നത് കേട്ടോ, അവന് ശരിക്കും ഷഹബാസിന് ആരാവാനായിരുന്നു ആഗ്രഹം? ഓന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം, അതായത് പൈലറ്റ് ആവണം എന്നാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവൻ ഉമ്മാനോട് ഇങ്ങനെ നിരന്തരം പറയാം. മാമന്മാരെ വിളിച്ച് പറഞ്ഞു, മാമന്മാർ പറഞ്ഞെന്തോ പിന്നെ അതൊന്നും ഇനി പ്രശ്നമാക്കണ്ട, അതൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും ആക്കാം, കുറച്ച് ഉപ്പ തരും, കുറച്ച്
ഞങ്ങളിത് അങ്ങനെ ഷെയർ ചെയ്ത് ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ അതിൽ ഒരു ഉറച്ച വിശ്വാസമാണ് ഉണ്ടായിരുന്നു. പൈലറ്റ് ആവാൻ നല്ല ആഗ്രഹിച്ചിരുന്നു. ഏതായാലും ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇത്രയൊക്കെ ചിന്തിച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരൊപ്പിയും ചില്ലറ കാര്യമൊന്നുമല്ല അവനെ പഠിപ്പിച്ചു. നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങൾ വെച്ചാൽ വഴി തെറ്റണ്ട വെച്ചിട്ട് ടൈമിന് മരുവിനായി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. ഈ വില ഫ്രണ്ട്സ് എല്ലാം കൂടി അവിടെ നിന്ന് മരുവ് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് കൊരങ്ങാട്, തൊട്ടടുത്ത് തന്നെ കൊരങ്ങാട് അല്ലെ പൂനൂര് വന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വിളിക്കും എവിടെ ഉള്ളത് 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് അത് തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്യും. ഏകദേശം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. അനിയന്മാരും വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ വെച്ച് കഴിഞ്ഞാൽ അനിയന്മാരുമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ലാളിക്കല്ല സ്നേഹിക്കും. എന്നാലും ഓനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്നേഹം. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 30 രൂപ ഓന് കൊടുക്കുകയാണെങ്കിൽ 20 രൂപ മറ്റോനും കൊടുക്കും. അങ്ങനെ വാങ്ങി വെക്കും. പക്ഷെ ഈ ക്യാഷ് വാങ്ങി വെക്കുന്നതിനാണ് ഈ ഏട്ടൻ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ ഓല് ഉമ്മയും 3 പേരും വളരെ പിന്നെ ഇപ്പം ചെറിയ ആളുള്ളത് കൊണ്ട് ഒന്നും കൂടി ഓൻ്റെ അടുത്തും കാഞ്ഞ് കളിപ്പിക്കലും അതൊക്കെ കാണുന്ന നേരം നമ്മൾ എപ്പോഴും ആ മനസ്സിലേക്ക് ഇങ്ങനെ കയറി നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസം തോറും നമ്മളെ മനസ്സിങ്ങനെ മരിച്ചു പോവുക. എന്തായാലും എല്ലാം ഒരു നല്ലതിന് ഒരു ഹയർ ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട്. പക്ഷെ മറ്റൊരാളുകൾ പറഞ്ഞത് കേട്ടിട്ടാണ് എൻ്റെ മകൻ ഇത്രയും ഉണ്ടായിരുന്നോ ഒന്നുകൂടി ഒരു സ്നേഹം നമ്മൾ കൊടുക്കാനെന്നുള്ള കണ്ടിട്ട് എൻ്റെ ഭാഗത്ത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അവനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ എൻ്റെ മുഖത്തേക്ക് വരെ നോക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവനെ പേര് പറയുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കണ്ട അൻസഫറിന്റെ കുട്ടി ഒരുപാട് അവൻ സങ്കടപ്പെട്ട് എൻ്റെ മുമ്പ് നിന്ന്. എന്തായാലും ഇത്രയും നല്ലൊരു സൗഹൃദ വലയായിരുന്നു ഇവർ തമ്മിലെന്നുള്ളത് വളരെ സന്തോഷം. എല്ലാ കുട്ടികളും ഒന്നരാണ് 5 പേര് 2 പേര് 3 പേര് കവർമ്പുറത്ത് നിന്ന് ഞാൻ ദുആ ചെയ്ത് പോകും. കരഞ്ഞിട്ടാണ് പോണത്. പല ആളുകളും പറയുന്നു ഇങ്ങനെ അടുത്ത ബന്ധം ഇവര്. അതായത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവന്റെ പുറത്തുള്ള ഏതെങ്കിലും ഭാഗത്തുനിന്നോ നമുക്ക് അവനൊരു പറ്റിയൊരു മോശമായിട്ട് അഭിപ്രായം കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ കുറച്ചും കൂടി അവനെ സ്നേഹിച്ചില്ലല്ലോ, കുറച്ചും കൂടി ഒരു എന്ത് ചെയ്ത് എനിക്ക് ഒന്നുകൂടി ലാളിക്കായിരുന്നു എന്നുള്ളൊരു ഇത് ഇപ്പം എനിക്കൊരു കുറ്റബോധം പോലെ തോന്നുന്നുണ്ട്. ശരിയാവുപ്പാ, എല്ലാത്തിനും ഒരു ഹയർ പഠിച്ചും വെച്ചിട്ടുണ്ടാവുമല്ലോ.